സിറ്റുവേഷൻ അറിയാത്തണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താ ഒന്ന്. അപ്പാപ്പനല്ലേ? ഞാനാണ് ഉണ്ടായിരുന്നത് അവിടെ. ഇന്നലെ മുതുക്കില് നിൽക്കുന്ന സമയത്ത് ഈ തേവര് വന്നിട്ട് എന്നോട് പറഞ്ഞ് ലൈക്ക് അപ്പാപ്പ വണ്ടി എന്നെ അറിയോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാന് തെക്കിന്റെ തേവരാന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്താന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ് നിന് അപ്പാപ്പനെ അറിയില്ലെങ്കിലും ബിലാല്, അതുപോലെ മാക്ക്, പ്രണവ്, അംബാനി ഇവർക്കൊക്കെ എന്നെ അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് ആയിക്കോട്ടെ അറിയാം, എന്താ കാര്യം അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചു. കാര്യം ഞാനവിടെ നിങ്ങളെ ഇതിൽ റിക്രൂട്ട്മെന്റിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ എന്നോട് പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലാതെ ഞാൻ എൻ്റെ ഇതിന് വന്നതല്ല എന്ന് പറഞ്ഞു. പറഞ്ഞു അപ്പൊ എന്തുണ്ടായി, കിട്ടിയില്ല, അതിനിപ്പോ എന്താ പ്രശ്നം എന്താന്ന് വെച്ചു. അപ്പൊ അവൻ പറഞ്ഞു ലൈക്ക് അതല്ല, ഇന്നക്ക് KV എന്നൊക്കെ വിളി വന്നിട്ട് ഞാൻ പോയിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞു ഫുള്ളേക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം KV എന്നൊക്കെ വിളി വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ പോയില്ല. അപ്പൊ എന്താ TV പോകാനാണോന്ന് വെച്ചു. അവർ പറഞ്ഞു അല്ല ഞാൻ പോയിട്ടില്ല, എന്തായാലും അംബാനോടും മാക്കിനോടും പറഞ്ഞേക്ക് നാളെ ഞങ്ങള് ഒരു വരവുണ്ട്. അപ്പൊ ഞാൻ ഈ ഏതാ ഗ്യാങ് എന്ന് വെച്ചു എന്റെ അടുത്ത്. അപ്പൊ പറഞ്ഞു അത് നിങ്ങൾക്ക് അറിയണ ഗ്യാങ്ങാ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയണ ഗ്യാങ്ങാ, നമ്മൾ തമ്മിൽ ഒന്ന് കോർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അറിയണ ഗ്യാങ് ആണെങ്കിൽ ഇന്ന് എന്തായാലും നാളെ പായോന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ അവിടെ ക്രൂവല്ല അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് അവൻ പോയി, അവൻ ഇതുപോലെ കുറച്ച് റോങ് ആയിട്ട് സംസാരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ആദ്യം കാര്യം എന്താന്ന് ചോദിക്കട്ടെ, ഈ ഇപ്പൊ പറഞ്ഞു വന്നത് അതായത് ഞാൻ എന്താണ് തേവരല്ല തേവടിയാന്ന് മാറി എന്ന് പറഞ്ഞത് ഞാൻ കേട്ട് എന്ന് പറഞ്ഞു. അതായത് ഇവനെ റിക്രൂട്ട്മെന്റിന് വന്നിട്ട് ഇവനെ 1v1 വിളിച്ച്, 1v1 വിളിച്ച്, അവൻ കളിച്ചില്ല, അവനതിന് ധൈര്യം ഉണ്ടായില്ല, ഉറപ്പുണ്ടായില്ല, അവൻ കളിക്കാതെ പോയി. അപ്പൊ തേവരല്ല തേവടിയാന്ന് പ്രണവ് വിളിച്ചെന്ന് പറഞ്ഞിട്ട്, പ്രണവ് ഈ സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവൻ പറയണത് അങ്ങനെ വിളിച്ച്, അപ്പൊ അതിനുള്ളതൊക്കെ ഞാൻ തിരിച്ച് കാണാൻ നാളെ നമ്മൾ വന്നിട്ട് 24 മണിക്കൂർ മുന്നത്തെ സിറ്റുവേഷൻ പോലും അറിയത്തില്ല ഇവൻ. 24 മണിക്കൂർ കഴിഞ്ഞ അതിന്റെ പേരിൽ ഒന്ന് പറയാൻ പോലും പറ്റാത്ത ഈ മണ്ടാ ഇവൻ. ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ ഞങ്ങള് ബി ഐവിന്റെ അവിടെ പോയി, മറ്റേ ആ സ്ഥലത്ത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ പോയപ്പോ പൃഥ്വിയുണ്ട്. പൃഥ്വിയോട് വെച്ച് പൃഥ്വിയടാ ഇങ്ങനെ പൃഥ്വി, മാലിക്ക്, അംബാനി, ഞാന്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പൊ എടാ ഇങ്ങനെ പറയണ്ട്, അവനെ KV നിങ്ങൾ വിളിച്ചവർക്ക് നല്ല തലക്ക് സുഖല്ലേടാ ചോദിച്ചു. അങ്ങനെ അവൻ പൃഥ്വി നേരെ നമ്പർ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ് അവനെ വിളിച്ചിട്ട് ചോദിച്ചു അതെ MRG എന്നാണ്, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്താ പ്രശ്നം, എന്താ കാര്യം, അല്ല ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ KVന്ന് വേറെ പ്രമുഖ ഗാങ്ങിന്ന് ഏതൊക്കെയോ പ്രമുഖ ഗാങ്ങിന്നൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഏതൊക്കെ, നമുക്ക് എന്നാ നമ്മൾ തന്നെ എടുക്കാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ആ ഫോണ് പറഞ്ഞ അത് പ്രമുഖ ഗാങ്ങൊക്കെ വിളിച്ചിട്ടുണ്ട്, അതിനെന്താ വേണ്ട, അങ്ങനത്തെ ഒരു സാധനം അടിച്ചു. അപ്പൊ ഓക്കെ ഈ എവിടെയുള്ളത്, എന്താ അങ്ങോട്ട് പോയോ, ഞങ്ങളുള്ള ലൊക്കേഷനിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ മറ്റേ സ്കൂബ ഡൈങ്ങിന്റെ അവിടെയാണ്, അങ്ങോട്ട് വരാൻ പറഞ്ഞു. നമ്മളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോഴത്തേനും ഇപ്പൊ ചാറ്റ് ഇട്ട എന്താ ലാക്കി, എന്താണ് നാരുടെ പേര്, അവരങ്ങനെ കുറച്ച് അല്ലല്ല വേറെ ഒരുത്തരുണ്ട്, ഭയങ്കര കൊണ്ടടിച്ച ഒരുത്തരുണ്ട്. അവൻ തന്നെ. അപ്പൊ അവന് ഇവിടെ ചെന്ന് അവിടെ നമ്മളാരും സംസാരിച്ചില്ല. നമ്മൾ ചെന്നിറങ്ങി, ഞാന് പറഞ്ഞ പോലെ പൃഥ്വിയുണ്ട്, അംബാനുണ്ട്, മാലിക്കുണ്ട്, നമ്മള് ആരും മിണ്ടില്ല. ക്രൂ എല്ലാം നേരെ പോയിട്ട് അവരോട് ചോദിച്ചു, നേരത്തെ വന്നിട്ട് മാസമായി സംസാരിച്ചേക്ക് ഇഷ്ടമായി. അപ്പത്തിന് നാണം വന്നു. അപ്പൊ സീരിയസ്ലി ഇതിന് POV എടുത്തിട്ടുണ്ട്, അവനെ വെറുതെ കാണിക്കണല്ലോ ചോദിച്ചിട്ട്. അവര് നാണം വന്ന് അപ്പത്തിന് എല്ലാരും അവരെ കളിയാക്കി തുടങ്ങി. എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വന്നു ചോദിച്ചു. എന്നിട്ട് അങ്ങോട്ട് താട്ടിട്ടിട്ട് ക്രൂ അല്ല ഡാഡിയെ വിളിച്ച് വർത്താനം പറയുക ആരാന്ന് വെച്ചിട്ട് അങ്ങോട്ട് വാട്ടി. അപ്പത്തിന് അവര് ആകണ്ട ഇല്ലാണ്ടായി. അപ്പത്തിന് റേഡിയോ കോൾ കൊടുക്കണേ അപ്പുറത്ത്. വളരെ ഫണ്ണ് സിറ്റുവേഷൻ ആയിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടുന്ന് അങ്ങോട്ട് വാരി നിന്നിട്ട് റേഡിയോ കോൾ കൊടുക്കണേ. അപ്പത്തിന് ഈ പയം കയറി വന്ന് അപ്പൊ മൈക്കങ്ങ് വിഴുങ്ങൽ തുടങ്ങി. കോമഡി സിറ്റുവേഷൻ ആണ് സംഭവം. ഇവന്മാർക്കായിട്ട് പൊളിഞ്ഞ് വിഷമായി. നാളെ വരെയല്ലേ, നാളെ വരുമ്പത്തിന് അവർക്ക് പകരം വീട്ടാനായിട്ട് മുന്നേ പൊളിഞ്ഞ്. എന്നിട്ട് തേവരെ വെൽക്കം ടു ദ സ്ട്രീം. ഇപ്പൊ കറക്റ്റായി പറഞ്ഞ ശരിക്കും നമ്മൾ ഇപ്രാവശ്യം വിളിച്ചിരിക്കണ്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അവനങ്ങോട്ട് ഇട്ട് തൂക്കി ക്രൂ എല്ലാം അങ്ങോട്ട് ഉരിച്ച്
പിടിച്ചെടുത്തപ്പം ഇവര് അവിടെ കിടന്നിട്ട് ആകെ ഒച്ചും ബഹളവും ആകെ ഇതായി. ലാസ്റ്റ് മാലിക്കിന് ഐസായിട്ട് പോയിട്ട് ഒരു കച്ചുകുത്താ കൊടുത്ത് ഈ ഒച്ച ഉണ്ടാക്കിയവനെ അത് എടുക്കണത് താഴത്ത്. അപ്പൊ മാലിക്കിന് വേറെ അടുത്തും കുത്തി. അപ്പൊ മാലിക്കിന് കുത്തിയത് വൃത്തിക്ക് പൊളിഞ്ഞു. പിന്നെ ഒന്നും കണ്ടില്ല, എല്ലാരും ചെറുപറി സകലെണ്ണും കലാസ്, ഒരൊറ്റ ഒന്നും ബാക്കിയില്ല. അപ്പൊ നമ്മള് ഒക്കെ എന്നിട്ട് എന്തായാലും ഇവര് സംസാരിക്കണല്ലോ, ഒരൊച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് സമാധാനം ശാന്തി. ഒരു പെണ്ണുണ്ടായിരുന്ന ഒരു കൂടെ ഏതൊന്ന് അത് സിയ. അപ്പൊ അവള് മാലിക് അങ്ങനെ ഒരു സാധനം കേട്ടോ. മാലിക്കിന് നമ്മളെ ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന നേരത്തെ ഇവര് സകലെണ്ണം വലിച്ചു പോയാണ്ട് മാക്കാച്ചു കുത്തുന്നത്. ഒരൊറ്റ ഒന്നിനും വലിയ ഡയലോഗ് അടിച്ചവരൊക്കെ സ്പോട്ടിൽ എക്സിറ്റ് അടിച്ചു പോയി. തീർന്നു. നമ്മള് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് റിവൈവ് ചെയ്ത് കാര്യം സംസാരിക്കാൻ നോക്കി. അപ്പൊ അതിന്റെ കടി തീർക്കാൻ വന്നതന്നല്ലേ ഒരു മിനിറ്റ് എല്ലാരും കൂടെ പറയല്ലോ. ബിലാലെ ഇതിന്റെ പല കഥകളും നമുക്കറിയാം. നമുക്ക് അതൊന്നും ഇവിടെ പറയാൻ താല്പര്യമില്ല അല്ലേ ബിലാലെ? അതെ ഒരു മറ്റേ ഗൂഗിൾ ഫോം തുറന്നു കഴിഞ്ഞാൽ അറിയാം എത്ര റിക്വസ്റ്റ് ഇട്ടുണ്ട്. അതെ അത് മാത്രല്ല വേറെ കുറച്ച് മറ്റേ പിന്നിലെ കഥകളും നമുക്കറിയാം. മൾട്ടിപ്പിൾ കഥകളൊക്കെ നമുക്കറിയാം. ഞാൻ പറയില്ല. അല്ല അത് പറയണ്ട അതെനിക്കറിയാം. ആ കഥ എനിക്കറിയാം. അത് നമ്മള് രാവിലെ അതെനിക്ക് പറയണ്ട. അത് പറയണ്ടടാ. അതായത് റിക്രൂട്ട്മെന്റ് ബിലാലെ എന്താ പാവലിടാൻ വന്നിട്ട് 1v1 കളിക്കാൻ സമ്മതിക്കാണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞേക്ക്. പാവലിട വിഷമായി കാണില്ലേ? അല്ല മാക്കിന്റെ എങ്ങനെ എത്തിയതെന്ന് പറഞ്ഞൊക്കെ അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവിടെ മര്യാദക്ക് വെറുതെ നിൽക്കുവായിരുന്നു നമ്മുടെ ഗ്യാങ് ഹൗസ്. ഇപ്പൊ എന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് എന്നെ കേറിട്ട് മൊന്നേന്നൊക്കെ. ഇനി കേറുമ്പോ അടുത്ത് എനിക്ക് കേട്ടോ. ഒരു കാര്യം ഞാൻ ഇരുന്ന് കേട്ട എനിക്ക് ഇനി ഒരു കാര്യം ഇത് വന്ന് ചാരി ഇങ്ങനെ പോയേനെ തന്നെ ഇനി എനിക്കൊന്ന് കുറച്ചേരം ചാറ്റിൽ കൊണ്ടുതരായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഡെക്കുവിന്റെ കുണ്ടി ഞാൻ കാണിച്ചു. ഇങ്ങോട്ട് നോക്ക്. അയ്യോ അതല്ല ലാക്കുണ്ടിയല്ല ഗെയിമിലെ കുണ്ടി. എന്തായാലും വന്നല്ലേ കാണണ്ടേ. പിന്നെ ബ്ലേക്ക് ടിക്കറ്റ് വെച്ചോട്ടാ. ആ ഓക്കെ ആ റേഡിയോയില് തെറി വിളിച്ചാലൊക്കെ ടിക്കറ്റ് വെച്ചോട്ടോ.